ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞത്. സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ യൂണിറ്റുകൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനായിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതിൽ ഒന്നാമത്തെ ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിനെക്കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാം, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ അത് ഫോർവേഡ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ആൻറ്റോയൻ ലാവോസിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ലോ പ്രപ്പോസ് ചെയ്തത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ മീൻസ് ദ്രവ്യത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഓക്കെ, എന്താണ് ലോ പറയുന്നത്? ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഒരു ഡെഫിനിഷനും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ കാണും. എന്നാൽ ഒരിക്കൽ കൂടെ പറയാം. The total mass of the reactant is equal to total mass of the product. ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ എത്ര അഭികാരകങ്ങളുണ്ടോ ഈ അഭികാരകങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഉൽപ്പന്നങ്ങളുടെ എണ്ണം എന്ന് പറയുന്നു. ഉദാഹരണം എന്ന് പറയുന്നത് 12 gram carbons combines with 32 gram of oxygen to form 44 gram of carbon dioxide. 12 gram കാർബൺ 32 ഗ്രാം ഓക്സിജനുമായി പ്രവർത്തിച്ച് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അത് ഏത് ലോയ്ക്ക് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ സഹിതം വിവരിക്കുക എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഹൂ പുട്ട് ഫോർവേഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കണ്ടുപിടിച്ചത്? ആരാണ്? അത് ഒറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ആൻറ്റോയൻ ലാവോസിയർ. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരിക്കൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ, അത് ഞാൻ പറഞ്ഞു. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് ചോദിച്ചാൽ, മൾട്ടിപ്പിൾ ഇരട്ടിയായി പോകുന്നു അല്ലേ? When two elements, for example hydrogen and oxygen, ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ ഉണ്ടാകാം, അതിൽ ആർക്കും ഒരു തർക്കമില്ല അല്ലേ? അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകാം അല്ലേ? ഇതിൽ രണ്ടിലും നമ്മൾ യൂസ് ചെയ്ത എലമെൻറ്റ് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ ഒരു കോമ്പൗണ്ടാണോ? അല്ല, ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്തത് അല്ലേ? വാട്ടർ H2O, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഇതിൻ്റെ റേഷ്യോ പറയുമ്പോൾ, ഇപ്പോൾ വാട്ടറിൻ്റെ റേഷ്യോ ആണ് നമ്മൾ പറയണമെങ്കിൽ 2:16 എന്ന് നമുക്ക് പറയാം. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ റേഷ്യോ ആണെങ്കിൽ 2:32 എന്ന് പറയാം. ഇതിൽ ഒന്നിൻ്റെ റേഷ്യോ ഫിക്സഡ് ആയിരിക്കും. ഏതിൻ്റെ റേഷ്യോ ആയിരിക്കും? ഹൈഡ്രജൻ്റെ റേഷ്യോ ഫിക്സഡ് ആയി. 2 എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. പക്ഷേ എന്തിൻ്റെ റേഷ്യോ ആണ് വ്യത്യാസമായിട്ടുള്ള? ഓക്സിജൻ്റെ റേഷ്യോയിലായിരിക്കും വ്യത്യാസമായിട്ടുള്ള. ഓക്സിജൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? 8:16 എന്ന് പറയാം. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ റേഷ്യോ ആയിട്ട് ഫോം ചെയ്യും. എന്നാണ് ഏത് ലോ പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയും. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഓക്കെ, ഇനിയാണ് നമുക്ക് പറയേണ്ടത്, ഇത് രണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാമത്തെ ലോ എന്ന് പറയുന്ന ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് ചോദിച്ചാൽ, എ ഗിവൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? തന്നേക്കുന്ന കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ, ഓൾവേസ് മീൻസ് എല്ലായ്പ്പോഴും, കണ്ടെയ്ൻ മീൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻസ് ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ടിനകത്ത് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എക്സാക്ട്ലി സെയിം പ്രപ്പോർഷണൽ, ഒരേ അനുപാതത്തിലായിരിക്കും അതിൻ്റെ വെയ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത്. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോസഫ് പ്രോസ്റ്റ്, PROUST.
ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത്? ജോസഫ് പ്രോസ്റ്റ്. മറക്കരുത്, ജോസഫ് പ്രോസ്റ്റ്. എന്താണ് ലോ പറയുന്നത്? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ exactly the same proportions of elements by weight. അതിന് ഉദാഹരണം നമുക്ക് പറയാം. വാട്ടർ always contain H2O always contain hydrogen and oxygen in the ratio എങ്ങനെയാണ് പറയുന്നത്? 2:16. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ്റെ ഉദാഹരണം പറയുന്നത്? വാട്ടർ ഓൾവേസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം എന്ന് പറയുന്നത് 2:16 ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ലോയുടെ പേരെന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആരാണ് കണ്ടുപിടിച്ചത്? ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചത്. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്? എ ഗിവൺ കോമ്പൗണ്ട് മീൻസ് തന്നേക്കുന്ന കോമ്പൗണ്ട് അല്ലേ. ഓൾവേസ് മീൻസ് എല്ലായ്പ്പോഴും അല്ലേ. ഓൾവേസ് എന്താണ്? എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻസ് ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. ഉദാഹരണം എന്താണ് പറയുന്നത്? ഉദാഹരണം കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഒരു ലോ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉദാഹരണം കൂടെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടൂ. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ്റെ ഉദാഹരണം പറയുന്നത്? വാട്ടർ ഓൾവേസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ 2:16. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 നിയമങ്ങൾ പറഞ്ഞു. ഒരിക്കൽ കൂടെ നിയമങ്ങളുടെ പേര് പറയാം. ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, കണ്ടുപിടിച്ച ആളുടെ പേര് ആൻറ്റോയിൻ ലാവോസിയർ. രണ്ടാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് എന്താ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനാണ്. ആരാണ്? ജോസഫ് പ്രോസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇൻ ഫോർത്ത് ലോ ഈസ് ലോ ഓഫ് ഗേഷ്യസ് ഓളിയം. ലോയുടെ പേരെന്താണ്? ലോ ഓഫ് ഗേഷ്യസ് ഓളിയം. ലോ ഓഫ് ഗേഷ്യസ് ഓളിയം. ലോ ഓഫ് ഗേഷ്യസ് ഓളിയം. ഇത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ഗേ-ലൂസാർട്സ് എന്നാണ്. എന്താണ്? മറക്കരുത്, ആരാണ്? ഗേ-ലൂസാർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലോ ഓഫ് ഗേഷ്യസ് ഓളിയം പ്രപ്പോസ്. എന്താണ് ലോ പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഓക്കെ, നോക്കുക. H2 + Cl2 gives 2HCl. ഓക്കെ, ഇവിടെ എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ട്? 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ ക്ലോറിൻ. എന്താണ് നമുക്കുണ്ടായത്? 2 മോളല്ലേ ഉണ്ടായത്. ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിൻ എന്ന് പറയുന്നത് ഗ്യാസസ് അല്ലേ. ഇപ്പോൾ HCl ഗ്യാസ് ആണോ? അല്ല. അതെന്ത് പ്രോഡക്റ്റാണ്? ഒരു ഗേഷ്യസ് പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ 2 ഗ്യാസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ എന്തുണ്ടായി? ഒരു ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പോൾ എന്താണ് ലോ ഓഫ് ഗേഷ്യസ് ഓളിയം പറയുന്നത്? When two gases are combined to form a gaseous product. 2 ഗ്യാസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ എന്താണ് ഉണ്ടായത്? ഒരു ഗേഷ്യസ് പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കിവിടെ എത്ര മോൾ ഹൈഡ്രജൻ ആയിരുന്നു? 1 മോൾ ഹൈഡ്രജൻ. അപ്പോൾ 1:2. എത്ര മോൾ ക്ലോറിനാണ്? 1 മോൾ. 1:2. എത്ര മോളാണ് ഉണ്ടായത്? 2 മോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇടയിൽ ഒരു സിമ്പിൾ റേഷ്യോ ഫോം ചെയ്യുന്നു. എന്താണ് ആ സിമ്പിൾ റേഷ്യോ? 1:2. ഇതെങ്ങനെ വന്നത് മനസ്സിലായല്ലോ? 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ ക്ലോറിൻ, എന്താണ് ഫോം ചെയ്തത്? 2 മോൾ HCl. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ലോയുടെ പേര് പഠിക്കുക. ലോ ഓഫ് ഗേഷ്യസ് ഓളിയം. എന്താണ് ലോ ഓഫ് ഗേഷ്യസ് ഓളിയം എന്ന് ചോദിച്ചാൽ, when two gases are combined to form a gaseous product. When 2 gases are combined to form a gaseous product,
എ സിമ്പിൾ റേഷ്യോ മീൻസ് ഒരു ലഘു അനുപാതം അല്ലേ, എക്സിസ്റ്റ് ബിറ്റ്വീൻ വോളിയം ഓഫ് ദ റിയാക്റ്റൻറ്റ് ആൻഡ് വോളിയം ഓഫ് ദ പ്രോഡക്റ്റ്. റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇടയിൽ ഒരു സിമ്പിൾ റേഷ്യോ ഫോം ചെയ്യുന്നു. എന്താണ് ആ സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1:2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ലോയുടെ പേര്? ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ക്ലിയർ ആയല്ലോ? ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഗേ ലൂസാർട്സ്. ആരാണ് ആ സയൻറ്റിസ്റ്റ് പേര്? ഗേ ലൂസാർട്സ്. അപ്പോൾ ലോയുടെ പേരെന്താ? ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഒരിക്കൽ കൂടെ പറയാം, ഈ എക്സാമ്പിൾ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ തന്നെ എഴുതിയത്. 2 ഗ്യാസുകൾ H2Cl2, നമുക്കുണ്ടായത് HCl, അതൊരു ഗേഷ്യസ് പ്രോഡക്റ്റ് ആണ് അല്ലേ. വെൻ 2 ഗ്യാസസ് ആർ കമ്പൈൻഡ് ടു ഫോം എ ഗേഷ്യസ് പ്രോഡക്റ്റ്, എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ വോളിയം ഓഫ് ദ റിയാക്റ്റൻറ്റ് ആൻഡ് വോളിയം ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇൻ ലാസ്റ്റ് ലോ ഈസ്, ആ ലോയുടെ പേരാണ്, അത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പേര് അവോഗാഡ്രോ ലോ എന്നാണ്. ഓക്കെ, എന്താണ് ലോയുടെ പേര്? അവോഗാഡ്രോ ലോ. ഇതാരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയാം. ആരാണ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര്? അവോഗാഡ്രോ എന്നാണ്. ഓക്കെ, അവോഗാഡ്രോ നമ്പറൊക്കെ അറിയാമല്ലോ, അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവോഗാഡ്രോ ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് V പ്രപ്പോർഷണൽ ടു N. 2 ടേമുകളുണ്ട്, P, T എന്ന് പറഞ്ഞാൽ നമ്മൾ 10ൽ പഠിച്ചിട്ടുള്ളതാണ്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ 2 ടേമുകൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആരൊക്കെ ആയിരിക്കും? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ അല്ലെങ്കിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എന്താണ് ലോ പറയുന്നത്? ടെമ്പറേച്ചർ സ്ഥിര ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് മോളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും എന്നാണ് അവോഗാഡ്രോ ലോ പറയുന്നത് അല്ലേ. അപ്പോൾ ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എന്താണ് ലോ പറയുന്നത്? ലോ എങ്ങനെയാണ് പറയുന്നത്? ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് എന്ന് നമ്മൾ വേറൊരു രീതിയിലും കൂടെ നമ്മുടെ ടെസ്റ്റിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം വരരുത്. ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഈക്വൽ വോളിയം ഓഫ് all gases at the temperature and pressure should contain equal number of molecules. അപ്പോൾ വേറെ രീതിയിലും ഡെഫിനിഷൻ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാം. ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കും? സെയിം. ഷുഡ് കണ്ടെയ്ൻ മീൻസ് തീർച്ചയായും അടങ്ങിയിട്ടുണ്ട് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ 2 രീതികളിൽ ആ ഡെഫിനിഷൻ ഉണ്ട്, ശ്രദ്ധിച്ചോളാം. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ, ഇത് നമ്മളിപ്പോൾ +1 ടെസ്റ്റിലുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ എന്താണ് അവോഗാഡ്രോ ലോ പറയുന്നത്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം 5 നിയമങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ഏതൊക്കെയാണ് ആ നിയമങ്ങളെന്ന് പറയുന്നത്? ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഈ 5 നിയമങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായും എക്സാമിനുണ്ടായിരിക്കും. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ചു പഠിക്കുക. ഫസ്റ്റ് ലോയുടെ പേര് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. അത് കണ്ടുപിടിച്ച ആളുടെ പേര് ഒരിക്കൽ കൂടെ പറയാം. എന്താണ്? ആന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. രണ്ടാമത്തെ ലോയുടെ പേരെന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്നാണ്. ആരാണ് കണ്ടുപിടിച്ച? ജോൺ ഡാൾട്ടൺ. ഓക്കെ, അടുത്ത തേർഡ് വൺ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആരാണ്? ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അടുത്താണ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അത് കണ്ടുപിടിച്ച ആരാണ്? ഗേ ലൂസാർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ അല്ലോ. ലാസ്റ്റ് വൺ അവോഗാഡ്രോ ലോ. ഓക്കെ, ഓരോ ലോയും നമ്മൾ കൃത്യമായിട്ട് നിയമം പറയുകയും അതിൻ്റെ എക്സാമ്പിൾ സഹിതം നമ്മൾ എഴുതുക. ഓക്കെ,
ഇന്ന് നമുക്ക് ഇത്ര കൊണ്ട് അവസാനിക്കാം. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. ഓക്കെ.